യശശരീരനായ സലിംകുമാറിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അതുണ്ടാക്കിയ വിവാദങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരു DYSP എന്നെ വിളിച്ചു. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, സലിംകുമാറിനെ സ്വാമി നിർമ്മലാനന്ദഗിരിയുടെ അടുത്തും മോഹനൻ വൈദ്യരുടെ അടുത്തും പിന്നെയും 2 വൈദ്യന്മാരുടെ പരമ്പരാഗത വൈദ്യന്മാരുടെ അടുത്തും കൊണ്ടുപോയത് ഞാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു വന്നിട്ട് ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈദ്യന്മാർ പറഞ്ഞ പഥ്യങ്ങളൊന്നും അദ്ദേഹം പാലിച്ചില്ല. രണ്ടാമത് ചെന്നപ്പോൾ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് മേലിൽ ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ഈ DYSPയെ താക്കീത് ചെയ്തു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് 2 പേരെയും ഇറക്കി വിട്ടു എന്നാണ്. സ്വാമി അങ്ങനെ കണിശക്കാരനായിരുന്നു. പഥ്യം പാലിക്കാത്തവർക്ക്, കൃത്യമായി അദ്ദേഹം നൽകിയിരുന്ന മരുന്നുകൾ കഴിക്കാത്തവർക്ക് യാതൊരു വിട്ടുവീഴ്ചയും നൽകിയിരുന്നില്ല. അപ്പോൾ സ്വാമി പറഞ്ഞത് 51 ദിവസത്തിന് പകരം ഞാൻ 501 ദിവസം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞ വെറുതെയാണ്. സ്വാമിയുടെ മരുന്നിന് രണ്ടാമത് പോയപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. പക്ഷേ ഒരു ഹാസ്യ നടനാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. പറയുമ്പോൾ അതും പറയുന്നത് എവിടെ വെച്ചാണ് പറഞ്ഞത്? കരൾ മാറ്റി വെച്ച ആശുപത്രിയിൽ വെച്ചാണ്, ആശുപത്രിയിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ്. കരൾ മാറ്റി വെച്ച ഡോക്ടർമാരെല്ലാം ഇരിപ്പുണ്ട്. ആ ഡോക്ടറോട് തിരിഞ്ഞ് അങ്ങനെയല്ലേ ഡോക്ടറെ, ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്പം പൊടിപ്പും തൊങ്ങലും വെച്ചതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിർമ്മലാനന്ദഗിരി സ്വാമികൾ ക്യാൻസറായി ആശുപത്രിയിൽ നിൽക്കുമ്പോൾ വിളിച്ചു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സ്വാമികളോടുണ്ടായ ഒരു ദേഷ്യം, ഇറക്കി വിട്ടതിൻ്റെ ഒരു ദേഷ്യം തീർത്തത് കൂടി ആവാം, എനിക്കതറിയില്ല. ഏതായാലും വളരെ വളരെ നിർഭാഗ്യകരമായി പോയി. സ്വാമിയെക്കുറിച്ചും മറ്റ് പരമ്പരാഗത വൈദ്യന്മാരെക്കുറിച്ചും കരൾ മാറ്റിവെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഈ DYSP പറയുകയാണ്, വളരെ അമിതമായ മദ്യപാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു, പുകവലി ഉണ്ടായിരുന്നു. പല പ്രാവശ്യവും ഈ DYSP തന്നെ എടാ നീ കുടിക്കരുത്, വലിക്കരുത് എന്ന് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സത്യം ഒന്നുകൂടെ അങ്ങനെ പുറത്തു വന്നു. നമ്മുടെ സലിംകുമാറിനെ കുറിച്ചുള്ള വീഡിയോ നിരവധിയായ ആളുകൾ, അത് വളരെ വൈറലായി. ആ വീഡിയോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് EDയുടെ റെയ്ഡ്. എവിടെ? ഈ അവയവങ്ങൾ മാറ്റിവെക്കുന്നത് കച്ചവടമാക്കിയ കേരളത്തിലെ ഏതാനും ആശുപത്രികളിൽ എറണാകുളത്ത് മരിക്കാത്തവരെ, ജീവനോടെ ഇരിക്കുന്ന ദരിദ്രരെ മരിച്ചു എന്ന് വരുത്തി അവരെ ശസ്ത്രക്രിയയിലൂടെ കൊന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവയവങ്ങൾ കട്ടെടുത്ത് വിറ്റ് കാശാക്കുന്ന, ജീവനുള്ളവരെ കശാപ്പ് ചെയ്യുന്ന കശാപ്പുശാലയായ ലേക്ക് ഷോർ, ആ ലേക്ക് ഷോറിൽ ED റെയ്ഡ് നടത്തി. ആസ്റ്ററിൽ നടത്തി എന്ന് പറയുന്നു, മെഡിക്കൽ ട്രസ്റ്റിൽ നടത്തി എന്ന് പറയുന്നു, രാജഗിരിയിൽ നടത്തി എന്ന് പറയുന്നു, പിന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൽ നടത്തി എന്ന് പറയുന്നു, കാരിത്താസ് കോട്ടയത്ത് നടത്തി എന്ന് പറയുന്നു. കൃത്യമായ വിവരങ്ങൾ കൃത്യമായി EDയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരാത്തത് കൊണ്ട് ഇങ്ങനെയാണ് കേൾക്കുന്നത്. കൃത്യമായി എവിടെയെല്ലാം റെയ്ഡ് നടത്തി, എവിടെയെല്ലാം ഈ കച്ചവടം ഭീകരമായി നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഇപ്പം എനിക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ലേക്ക് ഷോറിനെ കുറിച്ച് നമ്മൾ മുമ്പ് തുടങ്ങി കേട്ടു, കോടതി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടു. ഞാനും അത് വളരെ മുമ്പ് കേട്ടിട്ടുള്ളതാണ്.
ഇവിടെ അവയവമാറ്റ കച്ചവടം, അവയവ മാഫിയ, ട്രാൻസ്പ്ലാന്റേഷൻ മാഫിയ. കേരളത്തിൽ മലയാളത്തിൽ 3 സിനിമകൾ എഴുതി. ഒന്ന് ട്രാഫിക് എന്ന പേരിൽ അവയവമാറ്റ കച്ചവടത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ അവയവമാറ്റത്തിനു വേണ്ടി ഏറെ ദൂരത്ത് നിന്ന് കിട്ടിയ ഹൃദയം റോഡിലൂടെ എത്തിക്കാൻ നടത്തിയ ശ്രമം, അതായിരുന്നു ട്രാഫിക് എന്ന സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ ട്രാഫിക് കൺട്രോൾ റൂം, അതിൻ്റെ ടെൻഷൻ, ഈ വണ്ടി എങ്ങനെ വിടുക, അതിൻ്റെ പ്ലാനിങ്, ഹൈവേ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് ചീറിപ്പായുന്ന വാഹനങ്ങളിൽ ഹൃദയമെത്തുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ. ഈ ബ്ലോക്ക് ചെയ്തിടത്തെല്ലാം എത്ര ആംബുലൻസുകൾ സഹിതം രോഗിയുമായി ആശുപത്രിയിലേക്ക് കുതിച്ച മറ്റു വാഹനങ്ങൾ സഹിതം ബ്ലോക്കിൽപ്പെട്ടു. ഈ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം മാറ്റിവയ്ക്കാൻ എത്ര പേരുടെ ഹൃദയം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയുണ്ടാക്കി. അത് ആ സിനിമ വിഷയമാക്കിയില്ല. ഇനി അട്ടപ്പാടിയിലെ ഒരു ആദിവാസി പെൺകുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഭരണയന്ത്രം, ഇതുപോലെ ആശുപത്രി സംവിധാനങ്ങൾ പ്രവർത്തിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പേരെടുക്കാൻ വേണ്ടി 1-2 കേസുകൾ അങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. ഈയിടെ ഒരു കുഞ്ഞിക്കുട്ടി മരിച്ചു, ബ്രെയിൻ ഡെത്തായി എന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങി അവയവങ്ങൾ പലർക്കും മാറ്റിവെച്ചു. എന്തായിരുന്നു പത്രങ്ങളിൽ, എന്തായിരുന്നു അധികാരികളിൽ ആ കുഞ്ഞ് ഇത്രയേറെ ഉപകാരം ചെയ്തതിൻ്റെ പ്രകീർത്തനങ്ങൾ? ആ കുഞ്ഞ് മരിച്ചു പോയതിൽ ആർക്കും സങ്കടം കണ്ടില്ല. ആ കുഞ്ഞിനെ കൊണ്ട് ഇത്ര പേർക്ക് സ്പെയർ പാർട്ടുകൾ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. ഇത് നമ്മളെല്ലാം കാണുന്ന അവയവ മാഫിയയുടെ പ്രൊമോഷണൽ മെറ്റീരിയലാണ്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് ഇപ്പോഴും ഒരുവിധം എല്ലാവർക്കും അറിയാം. EDയുടെ റെയ്ഡോടുകൂടി കാര്യങ്ങൾ അടിവരയിട്ട് ബോധ്യമായി. അതിഭീകരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നുള്ളത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ സുഹൃത്തായ സുരേഷ് ജോർജ് കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ വ്യാപകമാണ്, കടം മേടിച്ചു, കൊടുക്കാൻ കഴിയുന്നില്ല, ശരി കിഡ്നി തന്നേക്ക്, ശരി കരൾ പകുതി തന്നേക്ക്. ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ബ്ലേഡ് മാഫിയ, അവയവമാറ്റ മാഫിയ കൂടിയാണ്. കടം തിരിച്ചു കൊടുക്കാൻ പണമില്ലാത്തവരോട് വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു കാര്യമാണല്ലോ, ശരി കിഡ്നി തന്നേക്ക്, കരളിൽ പാതി തന്നേക്ക്. സുരേഷ് ജോർജ് പറയുകയാണ്, കാസർഗോഡുള്ള ഒരു ചെറുക്കൻ, അവൻ DTP ബിസിനസ് തുടങ്ങി, ലോൺ എടുത്ത് തുടങ്ങി, കുറച്ചൊക്കെ കാശ് വന്നപ്പോൾ കൈവിട്ട് കളിച്ചു. ബ്ലേഡ് മാഫിയ കച്ചവടം നടത്തുന്ന ചെറുക്കനല്ലേ, കാശ് കൊടുക്കാൻ തയ്യാറായി, കാശ് വാങ്ങാൻ ഇവൻ തയ്യാറായി. കൂടുതൽ കാശ് വന്നപ്പോൾ പലതരത്തിലുള്ള ചെലവുകളായി. അവസാനം 7.5 ലക്ഷം രൂപയായി ബാധ്യത. 3 ലക്ഷം രൂപയാണ് കടമെടുത്തത്. പലിശ കൂടി 7.5 ലക്ഷം വന്നപ്പോൾ പ്രശ്നമായി. മംഗലാപുരത്തെ പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പ് പോലീസിൻ്റെ സാന്നിധ്യത്തിലുള്ള ഒത്തുതീർപ്പ് നടന്നത്. കിഡ്നി കൊടുക്കാം, കൊടുത്തു. 7.5 ലക്ഷത്തിൻ്റെ കടം അങ്ങനെ മാറ്റി. ഇത് ഇരുചെവി അറിയാതെ വ്യാപകമായി നടക്കുകയാണ്. കോഴിക്കോട്ടെ ഹോസ്പിറ്റലുകൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവയവ മോഷണം നടത്തിയത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവയവങ്ങൾ കട്ടെടുത്തത്. അത് ഇടുക്കിയിലുള്ള പാവപ്പെട്ട മനുഷ്യരെ ചതിച്ച് തുച്ഛമായ കാശ് അവർക്ക് കൊടുത്തു. അവർക്കന്ന് 20,000 കിട്ടുന്നു, 30,000 കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു സംഖ്യയായിരുന്നു.
തുച്ഛമാണ്. ഇവരുടെ ഡീലിൽ വെച്ച് നോക്കിയാൽ വളരെ തുച്ഛമായൊരു തുകയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ചതിച്ചു. പലരും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ പ്രയാസങ്ങൾക്ക് ചികിത്സയ്ക്ക് പോയപ്പോഴാണ് അവയവമോഷണം, വൃക്കമോഷണം തെളിഞ്ഞത്. വൃക്ക മോഷ്ടിച്ച കോഴിക്കോട്ടെ ഒരാശുപത്രിക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതൊക്കെ എങ്ങനെ ഒത്തുതീർക്കണമെന്നുള്ളത് അവർക്കറിയാം. കാശിൻ്റെ പുറത്ത് കിഡ്നി കൊടുത്തവരും പറക്കില്ലല്ലോ. ഇലന്തൂരിൽ മനുഷ്യ കുരുതി നടന്നു എന്നാണ് നമ്മളെല്ലാം കേട്ടത്. ചുമ്മാ മനുഷ്യരെ കൊന്ന് കുഴിച്ചു മൂടാനായിട്ട് ഇലന്തൂർ കൊലയാളിയായ ഭർത്താവിനും സഹായിയായ ഭാര്യയ്ക്കും തലയ്ക്ക് വട്ടുണ്ടോ? അത്രയ്ക്ക് വലിയ വട്ട് ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഈ മരിച്ചവരുടെ ഏതെല്ലാം അവയവങ്ങൾ ആശുപത്രികളിലേക്ക് പോയി എന്നൊരു അന്വേഷണം ആരും നടത്തിയില്ല. ഞാനൊന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് മാത്രമല്ല, യൂട്യൂബ് ചാനൽ നടത്തുന്ന എൻ്റെ നല്ലൊരു സുഹൃത്തിനും ബലമായ സംശയം അത് ആശുപത്രികളിലേക്ക് സ്പെയർ പാർട്ട് സപ്ലൈ ചെയ്തതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നല്ലൊരു തെളിവില്ലാതെ എങ്ങനെയാ ഇതൊക്കെ നമ്മൾ പറയുക? വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഫിസിക്കലായ തെളിവ് എങ്ങനെയാ കിട്ടുക? പിന്നെ അന്വേഷണം അങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ അതിനുള്ള ഏർപ്പാടുകൾക്ക് വളരെ ശക്തമാണ് ഫാർമസ്യൂട്ടിക്കൽ ശൃംഖല, മെഡിക്കൽ മാഫിയ. ഈ ലോകത്തെ നമ്പർ 1 സ്വാധീനശേഷിയുള്ളവരാണ്. അങ്ങോട്ടൊന്നും പോവില്ല. ഇപ്പോൾ ED കയറി ഇറങ്ങിയല്ലോ, അതും കൂടുതലൊന്നും നടക്കും. എന്തെങ്കിലും പുറത്തു വരുമെന്ന് ഞാൻ കരുതുന്നില്ല. EDയുടെ ഒരു പശ്ചാത്തലം, അവരുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ദീർഘകാലം അവർ ചില കേസുകളിൽ മിണ്ടാതിരിക്കുന്നതും പെട്ടെന്ന് മിണ്ടുന്നതും പിന്നെയും മിണ്ടാതിരിക്കുന്നതും പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനു മുമ്പ് മിണ്ടുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് EDയെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണല്ലോ. കാശിൻ്റെ പുറത്ത് EDയും പറക്കുമോ എന്നുള്ളൊരു കാര്യം ബലമായ സംശയമാണ്. ഇതിനേക്കാളെല്ലാം അതിഭീകരമായി നിങ്ങൾ ഓരോരുത്തരും ചെവിക്കുന്നുള്ളേണ്ട ഒരു കാര്യം, ദീർഘയാത്രകൾ ചെയ്യുന്ന ഞാനും ചെവിക്കുന്നുള്ളൊരു കാര്യം, ഒരു ആക്സിഡൻറ്റ് പറ്റിയോ അതല്ലാതെയോ ഒരാശുപത്രിയിൽ കിടക്കാനിടയായാൽ ഒരു സർജറി ചെയ്യേണ്ടതായി വന്നാൽ ഇപ്പോൾ ആശുപത്രി നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ദുരമൂത്ത അബ്കാരി കോൺട്രാക്ടർമാർ. ആര് കുടിച്ചു ചത്താലും കുഴപ്പമില്ല, കാശ് കിട്ടിയാൽ മതിയെന്ന് കരുതുന്ന അബ്കാരി കോൺട്രാക്ടർമാർ. അവർക്ക് പിന്നെ ഒരാളുടെ കരൾ മോഷ്ടിക്കാൻ, കിഡ്നി മോഷ്ടിക്കാൻ ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. ജീവനോടെ പച്ച മനുഷ്യനെ കൊത്തി തിന്നാൻ ഈ അബ്കാരി കഴുകന്മാർക്ക് ഒരു മടിയുണ്ടാവില്ല. അതിനേക്കാൾ ഭീകര ആർത്തി നിറഞ്ഞ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ കേരളത്തിലെ ആശുപത്രി രംഗങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്. ഷൈലോക്കുകൾ, തനി വിദേശ ഷൈലോക്കുകളാണ് കേരളത്തിലെ ആശുപത്രികളുടെ വൻനിര ആശുപത്രികളിൽ ഏറ്റവും വലിയ കഴുക ദ്രംഷ്ടങ്ങൾ ആഴ്ന്നിറക്കിയിട്ടുള്ളത്. കിംസിൽ 4000 കോടി, ബേബി മെമ്മോറിയലിന് 2000 കോടി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തിനാണ് ഇത്രയേറെ കോടികൾ മുടക്കി വരുന്നത്? 100 രൂപ മുടക്കിയാൽ 20 രൂപ ലാഭം കിട്ടണമെന്ന് കണിശമായി തീരുമാനമുള്ള, അങ്ങനെയുള്ളിടത്ത് മാത്രം കാശിറക്കുന്ന, ഈ കുറയാൻ പാടില്ല, കൂടുന്നത് 3 ഇരട്ടി 30 ഇരട്ടിയൊക്കെ കൂടാം. ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ കേരളത്തിൽ വന്ന് ഈ പണം മുടക്കിയിരിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ചീപ്പായിട്ട് ഓർഗൻ കിട്ടും, അവയവങ്ങൾ കിട്ടും, വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ സർജറിയും നടത്തുന്ന നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ. പിന്നെ മരുന്ന് പരീക്ഷണങ്ങൾ,
അതിന് അവിടെ തന്നെ മരുന്ന് കമ്പനികളിൽ നിന്ന് കോടികൾ കിട്ടും. ഇവിടെ ഏതു മരുന്നും ആരിലും പരീക്ഷിക്കാം. ബ്രിട്ടനിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം എലിയിൽ മരുന്ന് പരീക്ഷിക്കാനുള്ള ചെലവിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇവിടെ നല്ല ഒന്നാം തരം മനുഷ്യരിൽ പരീക്ഷിക്കാൻ പറ്റും. ഈ വിദേശ കുത്തകകൾ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ആശുപത്രികളിൽ നിരവധിയായ മരുന്ന് പരീക്ഷണങ്ങൾ രോഗികൾ അറിഞ്ഞ് സർക്കാർ അറിയാതെ, സർക്കാർ അറിഞ്ഞ്, സർക്കാരിനും കപ്പം കൊടുത്ത് നിരവധിയായ നൂറുകണക്കിന് മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൃശ്ശൂരിലെ ജനനീതി എന്ന പ്രസ്ഥാനം, അതിൻ്റെ ഡയറക്ടറായിരുന്ന ഫാദർ ജോർജ് പുലുകുത്തിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ എത്തിക്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. മരുന്ന് പരീക്ഷണങ്ങൾ നടക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നോക്കി സുരക്ഷ ഉറപ്പാക്കി അനുവാദം കൊടുക്കലാണ് എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു ചുമതല. എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വന്നത് മരുന്ന് പരീക്ഷണമെല്ലാം നടത്തി ഏതാണ്ട് 1-2 വർഷങ്ങളായി റിപ്പോർട്ട് കൊടുക്കേണ്ട ഘട്ടത്തിലാണ് എത്തിക്സ് കമ്മിറ്റിയുടെ ഒപ്പിന് വന്നത്. ഫാദർ ജോർജ് പുലിയുത്തിയിൽ ഒരു അഡ്വക്കേറ്റ് കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പരീക്ഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അറിയില്ലായിരുന്നു. മരുന്ന് പരീക്ഷണത്തിന് ആവശ്യമായ ക്ലിനിക്കൽ ട്രയൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏർപ്പാടൊന്നും ഇല്ല എന്നായിരുന്നു മറുപടി. ക്ലിനിക്കൽ ട്രയലിൽ രോഗി ആപത്തിൽപ്പെട്ടാൽ, മരിച്ചാൽ, മറ്റ് അസുഖങ്ങളുണ്ടായാൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വകുപ്പ് വേണ്ടേ? ക്ലിനിക്കൽ ട്രയലിന് ഇൻഷുറൻസ് വേണമെന്നുണ്ടല്ലോ, നിർബന്ധം പിടിച്ചു. അദ്ദേഹത്തിന് നേരെ സമ്മർദ്ദം ഉണ്ടായി ഒഴിവാക്കാൻ, പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു ഇൻഷുറൻസ് അവരെടുക്കാൻ നിർബന്ധിതരായി. അടുത്തൊരു എത്തിക്സ് കമ്മിറ്റിയിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ വന്നു. അഡ്വക്കേറ്റായ അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ഈ ഇൻഷുറൻസ് കൊണ്ടുവന്നിരിക്കുന്നതിൽ ക്ലിനിക്കൽ ട്രയലിന് വിധേയരാകുന്ന മനുഷ്യർക്കല്ല ഇൻഷുറൻസ് ഉള്ളത്, കവറേജ് ഉള്ളത്. ഈ മരുന്ന് പരീക്ഷണം നടത്തുന്ന ഡോക്ടർക്കാണ്. ഈ മരുന്ന് പരീക്ഷണം നടത്തി പരീക്ഷണത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അവർ ഡോക്ടർക്കെതിരെ കേസിന് പോകുകയാണെങ്കിൽ, കേസിന് പോയി കോടതി ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിക്കുകയാണെങ്കിൽ ആ തുക ഡോക്ടർക്ക് കിട്ടും. വാസ്തവത്തിൽ ഒരു ഡോക്ടറും തൻ്റെ രോഗിയിൽ മരുന്ന് പരീക്ഷണം നടത്താൻ പാടുള്ളതല്ല. പണം കൊടുത്ത് ആളുകളെ മരുന്ന് പരീക്ഷണത്തിന് വിധേയമാക്കാൻ പാടില്ല, സമ്മാനങ്ങൾ കൊടുക്കാൻ പാടില്ല. വോളണ്ടറി ആയിട്ട് ഈ പരീക്ഷണത്തിന് തയ്യാറാകുന്ന ആളുകളെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാം രോഗികളുടെ ഉള്ളിൽ നടക്കുന്ന പരീക്ഷണങ്ങളാണ്. അങ്ങനെ ഒറ്റപ്പാലത്തുള്ള ഒരു ടീച്ചർ എറണാകുളത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു ആശുപത്രിയിൽ ഡോക്ടർ ഇങ്ങനെ ആവശ്യപ്പെട്ടു മരുന്ന് പരീക്ഷണം. അപ്പോൾ ഡോക്ടർ പറയുന്നതല്ലേ, പിന്നെ നല്ലൊരു കാര്യമല്ലേ, ടീച്ചർ ഒപ്പിട്ട് കൊടുത്തു. മരുന്ന് പരീക്ഷണം 6 മാസം എത്തുന്നതിന് മുമ്പ് ടീച്ചർക്ക് ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു. വേദനയും. ഡോക്ടർ കൈമലർത്തി. ഞാൻ ടീച്ചറോട് ചോദിച്ചു, എൻ്റെ ടീച്ചറല്ലാതെ ആരെങ്കിലും ഈ മരുന്ന് പരീക്ഷണത്തിന് ഇങ്ങനെ നിന്ന് കൊടുക്കും? അപ്പോൾ ടീച്ചർ പറഞ്ഞു, സാറേ, നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറെ ദൈവത്തെ പോലെയല്ലേ നമ്മൾ കരുതുന്നത്. ആ ഡോക്ടർ ചതിക്കുമെന്ന് നമ്മൾ എങ്ങനെ കരുതും? അപ്പോൾ ഈ ഒരു അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലാണ് സ്പെയർ പാർട്സ് കച്ചവടം. മനുഷ്യൻ്റെ ആന്തരാവയവങ്ങൾ പറിച്ചെടുത്ത് സ്പെയർ പാർട്ടുകളാക്കി മറ്റുള്ളവർക്ക് വിൽക്കുന്ന കച്ചവടം ഗംഭീരമായി നടക്കുന്നത്. അല്പം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് വിദേശ കുത്തകകളുടെ കൈപ്പിടിയിലേക്ക് മാറിയിരിക്കുന്ന നമ്മുടെ ആശുപത്രികൾ കഴുകന്മാരെക്കാൾ ഭീകരരായ അവയവ മോഷ്ടാക്കളുടെ വിഹാരരംഗമായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മരുന്ന് പരീക്ഷണങ്ങളുടെ പറുദീസയായി കേരളം മാറുമെന്നുള്ളൊരു കാര്യത്തിലും എനിക്ക് സംശയമില്ല. നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ തന്നെ മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്.
കുറഞ്ഞ ചെലവിൽ മരുന്ന് പരീക്ഷണങ്ങൾ നടത്താം, മരുന്ന് കമ്പനികളെ വരൂ എന്ന് മുൻ ആരോഗ്യമന്ത്രി, കേന്ദ്രമന്ത്രി ക്ഷണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവയവമാറ്റങ്ങളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്താം, വന്നോളൂ, കുറഞ്ഞ ചാർജിൽ. പക്ഷേ സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചാൽ മതി. ആ നിയമങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കണമെന്നും വളച്ചൊടിക്കണമെന്നും നന്നായി തന്നെ നമ്മുടെ അവയവ മാഫിയകൾക്കറിയാം. ഡോളർ നേടാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷെ നിയമപരമായിട്ട് മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പേപ്പറിൽ. അതിനെ എങ്ങനെ മറികടക്കണമെന്നും മാഫിയ പറയുന്ന നിയമങ്ങളല്ലാതെ, ലൂപ്പ് ഹോൾ ഉള്ളതല്ലാതെ വരില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ആശുപത്രി കേരളത്തിലേക്ക് വന്നാൽ അവയവം മാറ്റാം. വിദേശത്തെ ഒരു കോടീശ്വരൻ നമ്മുടെ ഒരു ആശുപത്രിയിൽ വന്ന് കിടക്കുമ്പോൾ 5 സ്റ്റാർ ഫെസിലിറ്റീസാണ് നമ്മുടെ ആശുപത്രിയിൽ ഇപ്പോഴുള്ളത്. വരുന്നത് അവരാണ്. അവർക്ക് ആവശ്യമുള്ള അവയവം എത്രയും പെട്ടെന്ന് കൊടുത്തില്ല എങ്കിൽ ആശുപത്രിയുടെ പേരിന് മോശമാണ്. ഒരു പേര് വരണം, അങ്ങോട്ട് ചെന്നാൽ മതി, അവയവങ്ങളൊക്കെ അവർ റെഡിയാക്കി തന്നോളൂ. ഈ ഒരു തരത്തിൽ ആശുപത്രിക്ക് സൽപ്പേര് നിലനിർത്തണമെങ്കിൽ വരുന്നവർക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്ടുകൾ എത്രയും കുറഞ്ഞ സമയത്ത് കൊടുക്കണം. രേഖകളിൽ വന്ന വിദേശിയുടെ കൂടെ തന്നെ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒക്കെ ഉണ്ടായിരുന്നു. അവരുടേതാണ് എടുത്ത് മാറ്റിവെച്ചതെന്നായിരിക്കും ഉണ്ടാകുക. അങ്ങനെയും ഒരു കേസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോടികളുടെ വരുമാനം കിട്ടുന്നിടത്ത് എന്ത് ധാർമ്മികത! വഴിവക്കിൽ കിടന്നുറങ്ങുന്നവര്, മനസ്സിൻ്റെ സമനില തെറ്റി അലഞ്ഞു നടക്കുന്നവര്, കാണാനാകുന്ന കുഞ്ഞുങ്ങൾ, ആരൊക്കെയാണ് സ്പെയർ പാർട്സുകളായി ആശുപത്രികളുടെ ശീതീകരിച്ച സ്പെയർ പാർട്സ് സ്റ്റോറുകളിൽ കഷണമായി മാറി സ്വീകർത്താവിനെ കാത്തിരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഭീകരമായൊരു അന്തരീക്ഷമാണ് അവയവമാറ്റ മാഫിയയിലൂടെ, അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് 2 അലോപ്പതി ഡോക്ടർമാർ നിർമ്മിച്ച സിനിമയാണ്. അവയവമാറ്റത്തിൻ്റെ ഞടുക്കുന്ന വിവരങ്ങളാണ് അതിലൂടെ ആദ്യമായി മലയാളം കേട്ടത്. അതിനുശേഷം ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ കൂടെ വന്നു. ആ സിനിമയിൽ ആശുപത്രിയിൽ ആളുകൾ രക്തം പരിശോധിക്കും, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം എഴുതിയ റെക്കോർഡുണ്ട്. നല്ല കാശുള്ള ആളുകൾ അവയവം മാറ്റാൻ വേണ്ടി വരുമ്പോൾ ഈ റെക്കോർഡ് നോക്കും, അവർക്ക് ചേരുന്ന ബ്ലഡ് ഉള്ളത് ആരാണ് നാട്ടിലുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളാണ്, അവരെ പഠിക്കും, അവരുടെ ദൈനംദിന ജീവിത രീതി എങ്ങനെയാണ്. അപ്പോൾ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. അങ്ങനെ പള്ളിയിൽ പോകുന്ന വഴി പുറകെ നിന്ന് വന്നൊരു വണ്ടി ഇടിച്ചു, വീണു. തൊട്ടു പുറകെ വന്ന കാറിലുള്ളവർ ചാടി ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അവരെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സത്കർമ്മമാണ് ചെയ്യുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴി അവർ മാരകമായ ദണ്ട് കൊണ്ട് കൂടുതൽ പരിക്കുകൾ ഉണ്ടാക്കുന്നു തലയ്ക്ക്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ബ്രെയിൻ ഡെത്ത്. ബന്ധുക്കളോട് പറയുന്നു അവയവം മാറ്റിക്കോട്ടെ, പരോപകാരമല്ലേ, പുണ്യമല്ലേ, ഏതായാലും ചീഞ്ഞു പോകുന്ന ശരീരം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ സമ്മതം കൊടുക്കുന്നു. ഏറെ നാൾ കഴിഞ്ഞ് മകളെയും, ജോസഫിൻ്റെ ഭാര്യ മാത്രമല്ല മകളെയും അവർ ഇതുപോലെ തന്നെ, അതോടെ പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് സംശയമുണ്ടായി. അപകടം കണ്ടു നിന്നവരെയെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ വാഹനമിടിച്ച് തലയ്ക്ക് പരിക്കുണ്ടായിരുന്നില്ല 2 പേർക്കും. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം വരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ജോസഫ്, തൻ്റെ ഭാര്യയും മകളും നഷ്ടപ്പെട്ട ജോസഫ് സ്വയം ഒരിരയായി മാറിക്കൊടുക്കുകയാണ്. ഞടുക്കുന്നൊരു സിനിമ കൂടെ നമ്മൾ കണ്ടു. സമ്പന്നർക്ക്
കുത്തഴിഞ്ഞ ജീവിതം നയിക്കണം. ധിക്കാരപരമായ ജീവിതം നയിച്ച് മദ്യപിച്ച് പുകവലിച്ച് മയക്കുമരുന്ന് കഴിച്ച് കോളകൾ കുടിച്ച് മരുന്നുകൾ കഴിച്ച് ഏറ്റവും കൂടുതൽ കരൾ നശിക്കുന്നത്, വൃക്ക നശിക്കുന്നത്, ഹൃദയം നശിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ടാണ്. പാരാസിറ്റമോൾ കരൾ നാശമുണ്ടാക്കും. വേദനാസംഹാരികൾ കരളിനെയും വൃക്കയെയും പാൻക്രിയാസിനെയും നശിപ്പിക്കും. ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ച് അവയവങ്ങൾ നശിപ്പിച്ചെടുക്കുന്ന ധൂർത്ത ജീവിതം നയിക്കുന്നവര്, ധിക്കാര ജീവിതം നയിക്കുന്നവര് പാവപ്പെട്ടവരെ ബലിയാടുകളാക്കുകയാണ്. ദരിദ്രരെ വില കൊടുത്തവർ വാങ്ങിക്കുന്നു, സ്പെയർ പാർട്സുകളായി മാറ്റുന്നു. ഒരു ഭാഗത്തുകൂടെ ബിൽഗേറ്റ്സ് ലോക ജനസംഖ്യയെ കുറയ്ക്കാനുള്ള തീവ്രയത്ന പരിപാടികളിലാണ്. ഇലോൺ മസ്കും ബിൽഗേറ്റ്സും ടെഡ് ട്യൂണറും റോക്ക്ഫെല്ലറും എല്ലാം ചേർന്ന് 800 കോടിയോളമായി നിൽക്കുന്ന ജനസംഖ്യയെ 100 കോടിയാക്കി ചുരുക്കാനുള്ള നിരവധി തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. ഈ കുറേ നുണയും ഇനി ഉടനെ വരാൻ പോകുന്ന അടുത്ത പകർച്ചവ്യാധിയുമൊക്കെ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടി, ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി എന്നുള്ളത് നിരവധി പേരുടെ ആരോപണമാണ്. നൊബേൽ സമ്മാനം കിട്ടിയവരുടെ പോലും ആരോപണമാണ്, എൻ്റെ മാത്രമല്ല. അതേസമയം തന്നെ മരിക്കാതിരിക്കാൻ ദീർഘനാളത്തേക്ക് മരിക്കാതെ ജീവിക്കാനുള്ള പരീക്ഷണങ്ങളും ഇലോൺ മസ്കും ബിൽഗേറ്റ്സും ഒക്കെ നടത്തുന്നുണ്ട്. അവർ മനുഷ്യരുടെ അവയവങ്ങൾ പന്നികളിൽ വളർത്തി അതെടുത്തു മാറ്റി വിജയിപ്പിക്കാൻ നോക്കുന്നു. മരണം തന്നെ ഇല്ലാതെ അവയവങ്ങൾ മോശമാകാതെ ജീവിക്കാനുള്ള വഴികൾ നോക്കുന്നു. അവർക്ക് മരിക്കണ്ട. കാരണം സമ്പത്തിൻ്റെ തിന്നാൽ തീരാത്ത, ചിലവാക്കിയാൽ തീരാത്ത സമ്പത്തിൻ്റെ മടിയിൽ കിടക്കുന്നവർക്ക് മരിക്കാൻ ഭയമാണ്, മരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഏതായാലും വളരെ വളരെ ജാഗ്രത പാലിക്കണം. EDയുടെ റെയ്ഡ് എങ്ങും എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി അഥവാ കോടതിയിലെത്തിയാൽ പോലും എങ്ങനെ അത് മാറ്റിമറിക്കപ്പെടും, പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ട് എങ്ങനെയെല്ലാം തലകുത്തി മറിക്കപ്പെടും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും അവസാനം നമുക്ക് രക്ഷ നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വൈദ്യന്മാർ നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ചെടുത്ത പ്രകൃതി വിവേകങ്ങളും പ്രകൃതി ജീവനവും മാത്രമായിരിക്കും, പ്രകൃതി ചികിത്സയും മാത്രമായിരിക്കും. നിങ്ങളിപ്പോൾ മറ്റതാണ് ശാസ്ത്രമെന്ന് പറഞ്ഞ് അവരുടെ വർണ്ണ പൊലിമ കണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ടാകും. പോകുന്നവർക്കെല്ലാം കിട്ടുന്നത് കൂടുതൽ ദുരിത രോഗങ്ങളാണ്, അവയവനാശമാണ്. അവരെ സ്പെയർ പാർട്ടാക്കി സമ്പന്നർക്ക് വിൽക്കുന്ന നടപടികളാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപൂർവ്വം ജീവിക്കുക. നമ്മുടെ നാട്ടിലെ തപസ് ചെയ്യുന്ന പരമ്പരാഗത വൈദ്യന്മാർ കാശ് കൊടുത്താൽ വാങ്ങിയെന്ന് വരും. വാങ്ങിച്ചാൽ തന്നെ അത്യാവശ്യം ജീവിക്കാനുള്ളതേ ഈ പരമ്പരാഗത വൈദ്യന്മാർ വാങ്ങുന്നുള്ളൂ. പ്രകൃതി ചികിത്സകരാണെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തു വിടുകയാണ് രോഗം വരാതിരിക്കാൻ. ജീവിതം തപസ്സാക്കി ജനസേവനം നടത്തുന്ന നമ്മുടെ നാട്ടിലെ ഈ പാവങ്ങളെ ചവിട്ടിയരക്കാതെ, ഈ സമ്പന്നർക്ക് വേണ്ടി, ഈ കൊലയാളികൾക്ക് വേണ്ടി ചവിട്ടിയരയ്ക്കാതെ സലിംകുമാറൊക്കെ ചെയ്തത് വലിയൊരു ദ്രോഹമാണ്. ആർക്കും കൊട്ടാവുന്നൊരു ചെണ്ടയായി കിടക്കുകയാണ് പരമ്പരാഗത വൈദ്യന്മാർ, പ്രകൃതി ചികിത്സകർ. അത് ശരിയല്ല, തിരിച്ചറിയണം. അവർക്ക് അന്തസ്സായ ഒരു ജീവിതം ഉറപ്പാക്കാനുള്ള ബാധ്യത കൂടെ സമൂഹത്തിനുണ്ട്. അവരെ ആദരിക്കണം. നന്ദി, നമസ്കാരം.